അതേസമയം നടിയുടെ പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത്. ഗൂഢാലോചനയാണ് എന്ന നിവിൻ പോളിയുടെ പരാതിയിൽ മൊഴിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ഇതിൻ്റെ തെളിവ് നശിപ്പിക്കുന്ന അടക്കം ഉള്ള കാര്യങ്ങളിൽ നിവിൻ പോളിക്കെതിരെ ഈ അതിജീവിത പരാതി പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിവിൻ പോളിയുടെ ചോദ്യം ചെയ്യൽ. എന്തൊക്കെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അജിംഷാ, നേരിമംഗലം സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. നേരത്തെയാണ് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി നിവിൻ പോളി മടങ്ങി. നിവിൻ പോളിയെ കൂടാതെ നിർമ്മാതാവായ AK സുനിലിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 2 പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഉള്ള കേസാണ്. മറ്റൊന്ന്, നിവിൻ പോളി ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലും നിവിൻ പോളിയുടെ മൊഴിയടക്കം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കേസിൽ 6 പ്രതികളുണ്ട്. ഇതിൽ 2 പേരുടെ ചോദ്യം ചെയ്യലാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. മാത്രമല്ല, നിവിൻ പോളി പ്രധാനമായും പറയുന്നത് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഈ സംഭവം നടക്കുന്ന സമയം നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു. അതായത് 2023 ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ നടി പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ സമയം കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിവിൻ പോളി ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പരാതി ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ നിവിൻ പോളി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ചോദ്യം ചെയ്തതിനു ശേഷം ഇരുവരെയും വിട്ടയച്ചിട്ടുണ്ട്. 2 പരാതികളാണ് ഇന്ന് പ്രധാനമായും അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ശരി, അർച്ചനയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.